ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂരിൽ ഇനി തീർത്ഥാടന കാലമാണ്. വൈശാഖ മഹോത്സവത്തിന്റെ തീയതി കുറിക്കുന്ന പ്രക്കൂഴം ചടങ്ങ് പൂർത്തിയായി. ജൂൺ 2-ന് നീരെഴുന്നള്ളത്തും ജൂൺ 8-ന് നെയ്യാട്ടവും നടക്കും. ജൂൺ 10 മുതലാണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശിക്കാൻ കഴിയുക. യാഗഭൂമി പ്രകൃതിയാണ് കൊട്ടിയൂരിൽ സർവവും. ഭാവലിപ്പുഴയുടെ കുളിരണിഞ്ഞു നിൽക്കുന്ന ശൈവ പഞ്ചാക്ഷരി മന്ത്രം സാഗരമായി മാറുന്ന ഒരു മാസത്തിലേറെ നീളുന്ന തീർത്ഥാടന കാലം. പാർവതീദേവിയെ അപമാനിച്ച പിതാവായ ദക്ഷന്റെ തലയറുത്ത സർവസംഹാരമൂർത്തിയാണ് കൊട്ടിയൂരിലേത്. ദക്ഷിണ കാശി എന്നാണ് കൊട്ടിയൂരിന് വിളിപ്പേര്. പ്രക്കൂഴം ചടങ്ങിൽ ഈ വർഷത്തെ തീർത്ഥാടനത്തിന് തീയതി നിശ്ചയിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ വർഷത്തെ ഉത്സവ ചടങ്ങിന് സമാപനമായത് തൃക്കലശാട്ടിന് ശേഷം ശിവലിംഗം ശിലയിൽ മൂടിയതോടെയാണ്. ഭാവലിയിൽ നിന്നും കൂവയിലയിൽ തീർത്ഥമെത്തിച്ച് മണിത്തറയിൽ അഭിഷേകം ചെയ്യുന്നതോടെ അക്കരെ കൊട്ടിയൂരിൽ തീർത്ഥാടനം തുടങ്ങും. ജൂൺ 2-നാണ് ഇത്തവണത്തെ നീരെഴുന്നള്ളത്ത്. ജൂൺ 8-ന് വൈകുന്നേരത്തോടെ മുതിരേരിയിൽ നിന്നുള്ള വാൾ കൊട്ടിയൂരിലെത്തും. അന്ന് തന്നെ നെയ്യാട്ടവും നടക്കും. ജൂൺ 9-ന് അർദ്ധരാത്രിയോടെ ഭണ്ഡാരം അക്കരെ കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിക്കും. ശേഷം അക്കരെ കൊട്ടിയൂരിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാം. ജൂൺ 17-നാണ് ഭക്തലക്ഷങ്ങൾ എത്തിച്ചേരുന്ന ഇളനീർ വെപ്പ് നടക്കുക. ഇളനീരാട്ടം ജൂൺ 18-നും നടക്കും. പിന്നീട് ഓരോ ദിവസവും ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ യാഗഭൂമിയിൽ ഈശ്വര ദർശനത്തിനായി എത്തിച്ചേരും. ഒരു ദിവസം 1,00,000-ലധികം പേർ എത്തിച്ചേർന്ന ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇത്തവണയും വലിയ ജനത്തിരക്ക് പ്രതീക്ഷിക്കുന്നു. ജൂൺ 30-ന് മകം നാളിൽ നടക്കുന്ന ഉച്ചശീവേലിക്ക് ശേഷം പിന്നീട് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനമുണ്ടായിരിക്കില്ല. ജൂൺ 4-ന് തൃക്കലശാട്ടോടെ ഈ വർഷത്തെ തീർത്ഥാടനവും സമാപിക്കും. ലോകത്ത് പ്രകൃതി ദൈവത്തിലലിയുന്ന തീർത്ഥാടന സങ്കേതം ഒരുപക്ഷെ കൊട്ടിയൂരിലേത് മാത്രമായിരിക്കും. ശ്രീകോവിലും ചുറ്റമ്പലവും തിടപ്പള്ളിയുമെല്ലാം പ്രകൃതിയോട് ചേർന്നതാണ്. ലോകത്ത് മറ്റൊരിടത്തും ഇതുപോലൊരു തീർത്ഥാടനം നമുക്ക് കാണാൻ കഴിയില്ല. റിപ്പോർട്ടർ, കണ്ണൂർ.